അതിന് മുന്നേ അല്ല, അങ്ങ് ആദ്യം ചോദിച്ച ചോദ്യത്തിൻ്റെ കുറച്ച് മറുപടികൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്നും സംസാരിക്കാനുണ്ട്. ആ സംസാരിച്ചിരിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അരുൺകുമാർ എന്ന് പറയപ്പെടുന്ന വ്യക്തിയോട് സംസാരിക്കാനുണ്ട്. അരുൺകുമാറിൻ്റെ ഒരു പോസ്റ്റ്, അരുൺകുമാർ പോക്സോ കേസിൽ ജാമ്യം എടുത്തോ? അങ്ങ് ഇന്റൻഷനിൽ ചെയ്ത പ്രവൃത്തിയാണോ അത്? അങ്ങ് ഏതെങ്കിലും കുട്ടികൾക്ക് ദോഷം ഉണ്ടാവണമെന്ന് വിചാരിച്ച പ്രവൃത്തിയായിരുന്നു? പിന്നെന്തിനാ അങ്ങ് ജാമ്യം എടുക്കേണ്ടി വന്നത്? ഈ കേരളത്തില് പിണറായിയുടെ ഭരണഘടന ജയിലിലായിരുന്നു. സംശയത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. ആഘോഷം നടത്തുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അല്ല, ഇതൊന്ന് കേൾക്ക് ചേട്ടാ. എന്ത് അടിസ്ഥാനത്തിലായിരുന്നു അരുൺകുമാർ ജാമ്യം എടുത്തത്? നിങ്ങൾ ഇന്റൻഷനിൽ ആയിരുന്നു ചെയ്തത്? നിങ്ങൾ അങ്ങനെ ഇന്റൻഷനിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇന്റൻഷൻ ഉണ്ടായിരുന്നു? കേരളത്തിൽ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ല ഞാൻ ചോദിച്ചോട്ടെ, ഈ സ്വാഭാവികമായിട്ട് എന്തിനായിരുന്നു? നിരപരാധിയായി അല്ലല്ല, ഞാൻ കൃത്യമായിട്ട് പറയട്ടെ. അങ്ങനെ ഒരു സംശയാസ്പദമായിട്ടുള്ള കാര്യത്തിൽ ഒരു വിഷയം വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് പോലീസ് എടുക്കുന്ന നടപടിയെ അവിടുത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ആ നടപടിയുടെ വിഷയങ്ങൾ വലിയ വിഷയങ്ങളാക്കി കോൺഗ്രസ് പാർട്ടി രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എടുത്ത കാര്യങ്ങൾ പോലീസ് എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിൽ ഒരു മുഖ്യമന്ത്രി പറയുന്നതിൽ തെറ്റില്ല. രണ്ടാമത്തെ കാര്യം, എനിക്ക് കുറെ കാര്യങ്ങൾ പേഴ്സണലി പറയാം. അങ്ങ് പറഞ്ഞത് തന്നെയാണോ? അല്ലല്ല, അതിന് വാദമുണ്ട്. താങ്കൾക്ക് ഇതിൽ വേണമെങ്കിൽ 30 സെക്കൻഡ്സ് അധികം നൽകാം. എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എനിക്ക് താങ്കളോട് സംസാരിക്കാനുണ്ട്. പക്ഷേ എനിക്ക് മറ്റെല്ലാ അതിഥികളെയും കേൾക്കണം. ഉല്ലാസ്, എനിക്ക് മറ്റെല്ലാ അതിഥികളെയും എനിക്ക് കേൾക്കണം. എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് മറ്റു ചോദ്യങ്ങളുണ്ട്. എനിക്ക് മറ്റു അതിഥികളിലേക്ക് പോകാൻ സമയമില്ല. എനിക്ക് ഒട്ടേറെ ചോദ്യങ്ങൾ താങ്കളോട് തന്നെയുണ്ട്. അരുൺകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടെന്ന് അതിനകത്ത്. അരുൺകുമാർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടെന്ന്. അനൂപ് ആന്റണിയുടെ അനൂപടി എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ കുറിച്ച് കുമ്മനടി എന്ന് പറഞ്ഞപ്പെടുന്ന ഞങ്ങളുടെ ബഹുമാനനായിട്ടുള്ള നേതാവിനെ കുറിച്ചും ഇന്നത്തെ ജനറൽ സെക്രട്ടറിയെ കുറിച്ചും അനൂപടി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കാണിച്ചിട്ടുള്ള നാണ് നിങ്ങൾ ഉയർത്തി കാണിച്ചിട്ട് കാര്യമില്ല. നിങ്ങളുടെ അവിടെ എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? സിസ്റ്ററിന്റെ സഹോദരന്റെ തോളിൽ റോജി എം ജോൺ കൈവച്ച് നിൽക്കുമ്പോ ആ റോജി എം ജോണിനെ എൻഡോഴ്സ് ചെയ്യുമ്പോ ഒരു തോളിൽ 2 കൈകൾ വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒരു തോളിൽ 2 കൈകൾ വരുന്ന കാഴ്ച നാണമില്ലേ അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു? എന്നിട്ട് 12,000 കിലോമീറ്റർ ഓടിയത്രേ. 12,000 കിലോമീറ്റർ ഓടിയെന്നാണോ ഈ പറയുന്നത്? എന്താണ് ഉല്ലാസ് ബാബു? ഉല്ലാസ് ബാബു, നിങ്ങൾ നിങ്ങളുടെ സംസ്കാരത്തിനനുസരിച്ച് സംസാരിച്ചോളൂ. നിങ്ങൾ നിങ്ങളുടെ സംസ്കാരത്തിനനുസരിച്ച് സംസാരിച്ചോളൂ. അത് അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, എനിക്കിനി താങ്കൾ വെറുതെ ഇരുന്ന് ശബ്ദം ഉണ്ടാക്കി ഈ ചർച്ച ആരംഭാക്കിയിട്ട് ഒരു കാര്യമില്ല. എനിക്ക് CPM പ്രതിനിധിയിലേക്ക് പോകണം. ഇവിടെ യൂത്ത് ലീഗ് മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയോട് എനിക്ക് ഇടവേളയുണ്ട്. ഞാൻ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മൾ ആദ്യത്തെ ടേം സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം അങ്ങ് ഇടപെട്ട് അതിന് പോലും അങ്ങേക്കെതിരെ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങേക്കെതിരെ വിമർശനം ഉന്നയിക്കുമ്പോഴും അങ്ങേക്ക് വിഷമം തോന്നുന്നു. എന്തടിസ്ഥാനത്തിലാണ്? അല്ലല്ലോ, അങ്ങ് മാധ്യമ അരുൺകുമാർ ഈ ചോദ്യത്തിനൊക്കെ മറുപടി പറയണം. ഈ ചോദ്യത്തിന് മറുപടി പറയണം. ഈ ചോദ്യത്തിന് മറുപടി അത് അനൂപടി തന്നെയാണ്. ഞാൻ ആ വാക്ക് ഞാൻ എൻഡോഴ്സ് ചെയ്തു. ഞാൻ ഇതുവരെ പരസ്യമായിട്ട് എൻഡോഴ്സ് ചെയ്തിട്ടില്ല. ഞാൻ എൻഡോഴ്സ് ചെയ്യിപ്പിക്കും. താങ്കൾക്ക് ആവശ്യം എനിക്കറിയാം. അത് എക്സാക്ട് ടേമിൽ അനൂപടി തന്നെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അതാണ് നിങ്ങൾ ഈ പറഞ്ഞത്. ആ സഹോദരന്മാരെ, ആ സഹോദരന്റെ സഹോദരിമാരെ ജയിലിൽ അടച്ചതാരാ? ആ സഹോദരിമാരെ ജയിലിൽ അടച്ചതാരാ? ആ സഹോദരന്റെ സഹോദരിമാരെ ജയിലിൽ അടച്ചതാരാ? അവർക്ക് ജാമ്യം കൊടുക്കണമെന്ന് പ്രോസിക്യൂഷനോട് പറഞ്ഞതാരാ? ആ കേസ് NIA കോടതിയിലേക്ക് മാറ്റിവെച്ചതാരാ? അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു. അഡ്വക്കേറ്റ് വിളിച്ചോ? അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു ഇഷ്ടമുള്ള എന്തും വിളിക്കാം. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു എന്തും വിളിക്കാം. പക്ഷെ അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു എന്റെ ചോദ്യത്തിന് ഉത്തരം പറയണം. അനൂപ് ആന്റണി പോയി തോളിൽ കൈയിട്ട സഹോദരന്റെ സഹോദരിയെ ജയിലിൽ അടച്ചത് ഏത് സർക്കാരിന്റെ പോലീസ്?
ആ സഹോദരിക്ക് ജാമ്യം കൊടുക്കരുതെന്ന പ്രോസിക്യൂഷനെ കൊണ്ട് പറയിപ്പിച്ചത് ഏത് സർക്കാരിന്റെ പ്രോസിക്യൂഷൻ? ആ കേസിൽ NIA കോടതിയിലേക്ക് കേസ് വിടണമെന്ന് പറഞ്ഞത് ഏത് സർക്കാരിന്റെ പ്രോസിക്യൂഷൻ? അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു മറുപടി ഉണ്ടെങ്കിൽ പറയൂ. മിസ്റ്റർ അരുണേ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ സഭയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ കൃത്യമായിട്ട് ഈ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളോടും വിവരിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നിങ്ങൾ അവരോട് കാര്യം എടുത്തെടുത്ത് ചോദിച്ചല്ലോ. അവർ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഒരു ഇടപെടലുകളും കുറവ് കാണിച്ചിട്ടില്ല. രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയപ്പെടുന്ന BJPയുടെ സംസ്ഥാന അധ്യക്ഷനുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയും ഷോൺ ജോർജും അടക്കമുള്ള ആളുകൾ അങ്ങോട്ട് അയച്ചുകൊണ്ട് പ്രധാനമന്ത്രിയായിട്ടും ആഭ്യന്തരമന്ത്രിയായിട്ടും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയായിട്ടും അവിടുത്തെ ആളുകളുമായിട്ടും ഒക്കെ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് BJP അതിന് കോർഡിനേറ്റ് ചെയ്തതിന്റെ ആസ് എ പൊളിറ്റിക്കൽ പാർട്ടി BJP ആ കാര്യത്തിൽ ഉത്തരവാദിത്തപരമായി തീരുമാനമെടുത്തിട്ടുണ്ട്. അത് ചൊറിഞ്ഞ അരുൺ, ഒരു രാഷ്ട്രീയമായ ഇടപെടൽ ഈ കേസിൽ സംഭവിച്ചിട്ടുണ്ട്. ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടൽ ഈ കേസിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു സമ്മതിക്കുന്നു. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു സമ്മതിക്കുന്നു. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, താങ്കൾക്ക് എന്നെ തെറി പറയാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. താങ്കൾക്കത് പറയാം. ഈ ചോദ്യത്തിൽ നിന്ന് ഒളിച്ചോടാൻ താങ്കൾ ഇത് ഉപയോഗിക്കുന്നത് അത്യന്തം ലജ്ജാകരമാണ്. എന്റെ ചോദ്യത്തിന് ഉത്തരം നൽകൂ. ഛത്തീസ്ഗഡ് BJP ഇന്ന് രാവിലെ ഇട്ട ഡിജിറ്റൽ പോസ്റ്റിന്റെ അർത്ഥം പറയൂ. ഛത്തീസ്ഗഡ് താങ്കൾ എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ. ഇതൊക്കെ ആൾക്കാർ കണ്ടുകൊണ്ടിരിപ്പുണ്ട്. ഇത് താങ്കൾ കണ്ടു. താങ്കളുടെ ലക്ഷ്യം താങ്കൾ നിറവേറ്റി. അനൂപ് ആന്റണി അവഹേളിക്കുക എന്ന അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബുവിന്റെ ലക്ഷ്യം അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു നിറവേറ്റി. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബുവിന്റെ ലക്ഷ്യം അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു നിറവേറ്റിയിരിക്കുന്നു. എനിക്കതുകൊണ്ട് ഒരു വിഷമവും ഇല്ല. അത് താങ്കളുടെ പാർട്ടി പോയി ബോധിപ്പിച്ചാൽ മതി. എനിക്കറിയേണ്ട ചോദ്യം ഇതാണ്. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു ഈ രാജ്യത്തെ ഭരണഘടന ജയിലിലാക്കപ്പെടുമ്പോൾ, ഈ രാജ്യത്തെ 2 കന്യാസ്ത്രീകൾ ജയിലിലാക്കപ്പെടുമ്പോൾ അവരുടെ പേരിൽ ഇന്ന് ഛത്തീസ്ഗഡിലെ BJP ഇറക്കിയ ഡിജിറ്റൽ പോസ്റ്റിന്റെ അർത്ഥം ഒന്ന് പറയൂ. പോക്സോ കേസിൽ താങ്കൾ തന്നെ പറഞ്ഞു താങ്കൾ ചെയ്യാത്ത തെറ്റാണ്, താങ്കൾ ഇന്റൻഷനലി അല്ല, അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ആ കേസിൽ കേസെടുത്ത സമയത്ത് ഭരണഘടന ജയിൽ പോയി എന്ന് തോന്നാത്ത തലച്ചോറിൽ ഇത് അങ്ങനെ തോന്നും. കാരണം അത് രാഷ്ട്രീയ ചോദ്യം എന്താണ്? താങ്കളുടെ മറുപടി എന്താ? താങ്കൾ